കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. റമദാൻ വിപണിയിലെ താരങ്ങളായി നോമ്പുതുറയ്ക്ക് മലബാർ വിഭവങ്ങൾ. കണ്ണൂരിൽ നിന്നടക്കമുള്ള നോമ്പുതുറ പലഹാരങ്ങളാണ് തെരുവോരങ്ങൾ കൈയടക്കിയിരിക്കുന്നത്. ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ ഏതുതരം വിഭവങ്ങളും തയ്യാറാണ്. മുൻകാലങ്ങളിൽ നോമ്പുതുറയ്ക്കുള്ള വിഭവങ്ങൾ വീടുകളിൽ തന്നെ തയ്യാറാക്കൽ ഒരു ഹരമായിരുന്നു. എന്നാൽ വിപണികളിൽ ഇവ സുലഭമായതോടെ പല വീടുകളിൽ നിന്നും ഈ ശീലങ്ങൾ മാറിത്തുടങ്ങി. കാലം മാറിയതോടെ രീതികളും മാറി. മൂവാറ്റുപുഴ നഗരത്തിൽ വെള്ളൂർക്കുന്നം, ഈസി മാർക്കറ്റ് റോഡ്, കീച്ചേരിപ്പടി, മാർക്കറ്റ് ബസ് സ്റ്റാൻഡ്, പെരുമറ്റം, ചാലിക്കടവ് ജംഗ്ഷൻ, MC റോഡിൽ വാഴപ്പിള്ളി, പുളിഞ്ചോട്, പള്ളിപ്പടി, സബൈൻപടി, പേടിക്കാപ്പിള്ളി, പള്ളിച്ചടങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നോമ്പുതുറ വിഭവങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് 2ഓടെ തെരുവോരങ്ങളിൽ കച്ചവടത്തിനായി വിഭവങ്ങൾ അണിനിരത്തും. തത്സമയം പലഹാരങ്ങൾ ഉണ്ടാക്കി നൽകുന്നവരുമുണ്ട്. വൈകിട്ട് 3 മുതലാണ് തത്സമയ കച്ചവടം ആരംഭിക്കുന്നത്. ആടരിയോടെ പലഹാരങ്ങളെല്ലാം വിറ്റഴിച്ച് നോമ്പുതുറയ്ക്കായി വിൽപ്പനക്കാരൻ പോകുന്നത് റംസാൻ മാസത്തെ പ്രത്യേകതയാണ്. റംസാനിൽ ഇത്തരം വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കുന്നത് പ്രയാസകരമായതിനാൽ ആവശ്യക്കാർ വളരെയധികമാണ്. മലബാർ നോമ്പുതുറ വിഭവങ്ങൾക്കാണ് ആവശ്യക്കാരിലധികവും. ഇത്തരം വിഭവങ്ങളുടെ സാധ്യതയേറിയതിനാൽ നഗരത്തിലെ പ്രധാന ബേക്കറികളിലെല്ലാം ഇതേ പാതയിലാണ്. ഉന്നക്കായ, ചിക്കൻ സമൂസ, ബീഫ് സമൂസ, പഴം നിറച്ചത്, ചട്ടിപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, കായ്പോള, കിളിക്കൂട്, കട്ട്ലറ്റ്, നെയ്പത്തിരി, കല്ലുമ്മക്കായ തുടങ്ങിയ വിഭവങ്ങളാണ് വഴിയോരങ്ങളിൽ വിൽപ്പന പൊടിപൊടിക്കുന്നത്. ഏതെടുത്താലും 10 രൂപ മുതലാണ് വില. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.